ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആഷയുടെ മാരേജ് ആണ്. ഞങ്ങൾ 10 പേരൊരു ഗ്യാങ് ആയിരുന്നു. ഇപ്പോൾ എല്ലാവരും പലയിടത്താണ് ജോലി. അപ്പോൾ അവരെല്ലാം കുറേ നാളുകൾക്ക് ശേഷം കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം, ആ ഒരു ക്യൂരിയോസിറ്റിയിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ നമ്മുടെ ആർഷക്കുട്ടിയുടെ കല്യാണമല്ലേ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബസ് കയറി. ട്രിവാൻഡ്രത്ത് വെച്ചാണ് കല്യാണം. അവൾക്ക് ഗിഫ്റ്റും കാര്യങ്ങളും ഒന്നും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്നിട്ട് വേണം നമുക്ക് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഒരു ഹോം ഡെക്കോറാണ് മേടിച്ചത്. അവൾക്ക് ശിവനെ ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഇത് ഇഷ്ടപ്പെടുമെന്ന് നമുക്ക് ഉറപ്പായി. ഞങ്ങൾ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു കോണ്ടോപ്പ് മേടിച്ചു. അവിടെ നിന്ന് തന്നെ കഴിച്ചു. ഇതെന്തോ ഒരു സൂപ്പർ മാർക്കറ്റാണ് വലുത്. അവിടെ അവർ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തിരുന്നാണ് ഞങ്ങൾ ഈ കോൺ കഴിക്കുന്നത്. അപ്പോൾ അവർ പോകുന്നവരും വരുന്നവരെല്ലാം ഞങ്ങളെ നോക്കിക്കൊണ്ട് പോവുകയാണ്. എന്നിട്ട് നമ്മൾ അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് പോയി. ഈ ഒരു കവറിലാണ് അവരിട്ട് തന്നത്. അവൾക്ക് പിന്നെ കവറും അവളുടെ ഷോളും എല്ലാം കൂടെ പിടിച്ചെങ്ങാണ്ട് നടക്കാൻ കൂടി പറ്റണുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ആകെ ഞങ്ങൾ വിയർത്തൊലിച്ച് പണ്ടാരടങ്ങി. രാവിലെ ഇറങ്ങിയതല്ലേ. അപ്പോൾ ബസ്സൊക്കെ വന്നു, അതിൽ കയറി. അവിടെ എത്തിയപ്പോഴത്തേന് നമ്മുടെ മൂസിക്കുട്ടി നമ്മളെ കാത്തിരിക്കുകയാണ്. നമ്മുടെ ഈ മൂസിക്കുട്ടിക്ക് ഇപ്പോൾ ഒരു കുട്ടിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ്. ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു അവളെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവളുടെ അടുത്ത് സംസാരിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴത്തേന് ബാക്കി ഫ്രണ്ട്സും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിക്കണമല്ല, ഇത് ആദ്യം ഒന്ന് കണ്ടു, പിന്നെ വീഡിയോ എടുക്കാൻ മറന്നു. അപ്പോൾ ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ആർഷ പിന്നെ അവളെ ചെക്കനെ വിളിച്ചിട്ട് നമ്മളെ പരിചയപ്പെടുത്തി. പിന്നെ അവരുടെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്നു. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ മൂസിക്കുട്ടിയുടെ വാവ. പിന്നെ ഇവൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒരു കാട്ടിൽ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ ആ കാട്ടിൽ വീട്ടിലൊക്കെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ഞങ്ങൾ. അപ്പോഴത്തേന് കെട്ടിന് സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് പോയി കെട്ടൊക്കെ കണ്ടു. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. പിന്നെ ഫുഡ് കഴിക്കണമല്ലോ, നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല ചോറും പരിപ്പും പപ്പടമൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തു. കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. കുറേ നാളുകൾക്ക് ശേഷം കണ്ടുകൊണ്ട് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് ആർക്കറിയില്ല. ഭയങ്കര എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റിയാണ് പഴയ കാര്യങ്ങൾ ഓർക്കാനും. ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ ചോറും പരിപ്പും പപ്പടമൊക്കെ വരാൻ സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വന്നു. നമ്മൾ നല്ലപോലെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മളെ നാട്ടിലേക്കായാലും കുറച്ച് സ്പീഡ് കൂടുതലാണ്. ഇപ്പോൾ ചോറ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത പന്തിക്കുള്ള ചോറ് വരും, പിന്നെ സാമ്പാർ വരും, പിന്നെ പായസം വരും. എളുപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ പോയതൊന്നും തിരിച്ച് വരികയില്ല. അപ്പോൾ നമ്മൾ ചോറും പായസവും ബോളിയും എല്ലാം മേടിച്ചിട്ട് നല്ല കഴിച്ചു. ഭയങ്കര അടിപൊളിയായിരുന്നു. കുറേ നാളുകൾക്ക് ഇപ്പോഴും എൻ്റെ വായിൽ വെള്ളം വരികയാണ് ഈ വോയിസ് കൊടുക്കുമ്പോഴും. കുറച്ച് ബോളി എടുക്കുക, കുറച്ച് പഴം എടുക്കുക, സാമ്പാർ ഇതല്ലേ പ്രഥമൻ എടുക്കുക. അല്ല ചേട്ടാ, എനിക്ക് പപ്പടം തരും കേട്ടോ. എന്നിട്ട് കഴിക്കാം. അവളിതിൻ്റെ പപ്പടമൊക്കെ ചോദിച്ച് മേടിക്കുകയായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോഴത്തേനും അവരുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആർഷമ്മയുടെ അമ്മയെ കണ്ട് സംസാരിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഈ ഒരു ട്രോപ്പിക്കാനോ കുടിച്ചിട്ട് നമ്മൾ നല്ല ഉറങ്ങി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇങ്ങനത്തുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബായ്.